ഓൾ, ഇന്ന് നമ്മൾ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കൂടെ മനസ്സിലാക്കുന്നത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം, സെൽ ഡിഫറൻസിയേഷൻ, സ്റ്റെം സെൽസ്. അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. തുടങ്ങാം നമുക്ക്. ചുറ്റും ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ വീടിന്റെ അടുത്ത് വീട് പണി നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പണി നടക്കുന്ന സ്ഥലം, ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പണിയുന്ന സ്ഥലം, നിങ്ങളുടെ മനസ്സിലോട്ട് ആ ഇമേജ് ഒന്ന് കൊണ്ടുവന്നേ. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? അവിടെ ലേബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് പണിയാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും മെറ്റീരിയൽസും ഉണ്ട്. അപ്പൊ ആ മെറ്റീരിയൽസിൽ എന്തൊക്കെയാ ഉള്ളേ? ബ്രിക്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഇമേജ്, ടീച്ചർ ഒരു വീടിന്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വീടിന്റെ ഇമേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? നിങ്ങൾക്ക് ബ്രിക്സ് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ടൈൽസ് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് വിൻഡോസിനുള്ള ഗ്ലാസ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ വുഡ് കാണാൻ സാധിക്കും, അങ്ങനെ സിമെന്റ്, അങ്ങനെ പല മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാം. എന്നാലും ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാം. വീടിൻ്റെതായ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് കിട്ടുന്നത്? ചിന്തിച്ചു നോക്കിക്കേ. ഒരു വീടിൻ്റെതായ ഒരു സ്ട്രക്ചർ ബ്രിക്ക് കൊണ്ടാണ് നമ്മൾ വീടിൻ്റെതായ ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. അതിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ വീടായിട്ട് തന്നെ നിൽക്കുവോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇല്ല. അപ്പൊ നമുക്ക് പറയാം, ബ്രിക്ക് ആണ് ഒരു വീടിന്റെ ബേസിക് യൂണിറ്റ് എന്ന്, അല്ലേ? അടുത്തതായിട്ട് ടീച്ചർ മുത്തുമാല നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലൊരു മുത്തുമാലയുണ്ട്. നിങ്ങൾ എല്ലാവരും മുത്തുമാല കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ മുത്തുമാല, നമ്മൾ കോർത്താണ് നമ്മൾ മുത്തുമാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുത്തുമാലയിൽ നിന്ന് ഒരു മുത്ത് പോയാൽ എന്ത് സംഭവിക്കുക? ആ മാല നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കറിയാം, മുത്താണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന്, അല്ലേ? നിങ്ങളുടെ ചുറ്റും നോക്കിക്കേ. നിങ്ങളുടെ വിൻഡോയിൽ നിന്ന് പുറത്തോട്ട് നോക്കി. നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഈ ഇമേജിലോട്ടൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ലിവിങ് തിങ്സും കാണാം, നോൺ ലിവിങ് തിങ്സും കാണാം, അല്ലേ? ലിവിങ് തിങ്സ് ഇപ്പൊ ടീച്ചർ എന്ന ഈ ഇമേജിൽ നമുക്ക് കാണാം, ബീറ്റിൽസ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, കുട്ടികൾ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്. അങ്ങനെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് കാണാൻ സാധിക്കും, അല്ലേ? അപ്പോ ഞാൻ ടീച്ചർ വേറെ ചോദിക്കാം. വീട് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു, സ്ട്രക്ചർ കൊടുത്തേക്കുന്നു. മുത്തുമാലയിലെ മുത്താണ് അതിന്റെ ബേസിക് യൂണിറ്റ്. ലിവിങ് തിങ്സിന്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടായേക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സെൽസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസും സെല്ല് കൊണ്ടാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്. അപ്പം ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മനസ്സിലായല്ലോ, സെൽസ് എന്താണെന്നുള്ളത്? അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും എന്നറിയാവോ? എല്ലാ ലിവിങ് ഓർഗാനിസംസും സെൽസ് എന്ന ബേസിക് യൂണിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ സെൽ ഈസ് ഡിഫൈൻഡ് ആസ് സ്മോളസ്റ്റ്. നിങ്ങൾക്ക് സെല്ല് ഇങ്ങനെ കയ്യിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാണാൻ പറ്റുമോ? ഇല്ല. അത് മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. നേക്കഡ് ഐ വെച്ച് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. മൈക്രോസ്കോപ്പ് എന്ന ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ സെൽസ് കാണുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് basic unit of life that is responsible for all the life processes. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി പ്രോസസ്സ് ഉണ്ട്, അല്ലേ? ഡൈജഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, സർക്കുലേഷൻ, അങ്ങനെ ഡിഫറെന്റ് പ്രോസസ്സ് നമ്മുടെ ബോഡിയിലുണ്ട്, മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം സഹായിക്കുന്ന ദ ബേസിക് യൂണിറ്റ് ആണ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, സെൽസ് ആർ ദ സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ബയോളജിക്കൽ യൂണിറ്റ്സ് ഓഫ് ലിവിങ് ബീങ്സ്, അല്ലേ? അപ്പോൾ ഓരോ കുട്ടികളും, നിങ്ങളെല്ലാവരും സെൽസ് കൊണ്ടാണ് ഉണ്ടായേക്കുന്നത്. സെൽസ് ഡെവലപ്പ് ചെയ്താണ് നിങ്ങൾ ഇങ്ങനെ ആയേക്കുന്നത്. മനസ്സിലായോ? ടീച്ചർ ഒരു ചോദ്യം ഇവിടെ ചോദിക്കാം. നമ്മൾ എങ്ങനെയാണ് ഡെവലപ്ഡ് ആയെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ എങ്ങനെയാണ് ഉണ്ടായേക്കുന്നതെന്ന് അറിയാവോ? ഒരൊറ്റ സെല്ലിൽ നിന്നാണ്, അതായത് സൈഗോട്ട് എന്ന സെല്ലിൽ നിന്നാണ്
നമ്മൾ ഉണ്ടായേക്കുന്നത്. ഇത് ഈ സെല്ലിന്റെ പ്രത്യേകത, ഇതൊരു അൺഡിഫറൻഷിയേറ്റഡ് സെല്ല. ഒരു രൂപാന്തരവും സംഭവിക്കാത്ത അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷനും സംഭവിക്കാത്ത ഒരു സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ സെല്ലിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തോരം ഡൈവേഴ്സ്ഡാ അല്ലേ? എന്ത് യുണീക്ക് അല്ലേ? ഓരോരുത്തരും എന്ത് പ്രത്യേകതയുള്ളവരാ അല്ലേ? നമുക്കിനി ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. ഇപ്പൊ ഇത് കണ്ടോ, നമ്മുടെ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്യും. സെൽസ് എന്ന് പറഞ്ഞ ലിവിങ് സെൽസ് എന്ന് പറയുന്നത് ഡിവിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതാണ് സെൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അമ്മമാരെ ഹെൽപ്പ് ചെയ്യും. അപ്പോ ഇമാജിൻ നമ്മൾ ഒരു സവാള എടുത്തു. സവാള മമ്മി പറയുന്നത് അരിയാൻ പറയും. അപ്പൊ നമ്മൾ നടുക്കൂടെ ആദ്യം ഒന്ന് കട്ട് ചെയ്യും. നടുക്കൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ സവാളയുടെ ഈ രണ്ടും രണ്ട് ഈക്വൽ പോർഷൻസില് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഒരു കേക്ക് നമുക്ക് ഹാഫ് എനിക്കും എൻ്റെ ബ്രദറിനും കൊടുക്കണം, ഈക്വൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ കേക്ക് ഞാൻ നടുക്കൂടെ കട്ട് ചെയ്യും. നടുക്കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കേക്കിന്റെ രണ്ട് ഈക്വൽ പോർഷൻസ് അല്ലേ നമുക്ക് കിട്ടുന്നത്. അതുപോലെ സെല്ലും ഡിവൈഡ് ചെയ്യും. ഈ ഒരു വട്ടത്തിലുള്ള ആ ഒരു സെല്ല്, അൺഡിഫറൻഷിയേറ്റഡ് സെല്ല് വീണ്ടും നടുക്കൂടി ഡിവിഷൻ നടക്കും. പിന്നെ വീണ്ടും ഡിവിഷൻ നടക്കും. കണ്ടോ, ഡേ 2 കണ്ടോ 4 ഡിവിഷൻ സെൽസ് ആയത് കണ്ടോ? ആദ്യം ഒരു സെല്ലായിരുന്നു, പിന്നെ 2 സെല്ലായി, പിന്നെ 4 സെല്ലായി, പിന്നെ അതൊരു ഗ്രൂപ്പ് ഓഫ് സെല്ലായി, 8 സെല്ലാവും, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാകും. ആ ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്ന് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് സെല്ലിനെ പഠിക്കാൻ പോവാണ്, സ്റ്റെം സെൽസ് എന്ന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെം സെൽസിന്റെ ഇമ്പോർട്ടൻസ്, അതെന്താണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. നിങ്ങളൊന്ന് നിങ്ങളുടെ ബോഡി ഒന്ന് അസ്യൂം നോക്കിക്കേ. നമുക്ക് ഹെയർ ഉണ്ട്, നെയിൽസ് ഉണ്ട്, ഫിംഗേഴ്സ് ഉണ്ട്, സ്കിൻ ഉണ്ട് അല്ലേ? ടീത്ത് ഉണ്ട്, ഇയർ ഉണ്ട്. എല്ലാം ഒരുപോലാണോ ഇരിക്കുന്നേ? ഒന്ന് നോക്കിക്കേ. അല്ല, ഓരോന്നിനും ഓരോ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. അപ്പോ ഓരോന്നിനും ഇപ്പം ചെവിയുടെ ഫങ്ഷൻ ആണോ നമ്മുടെ കൈ ചെയ്യുന്നേ? അല്ല. നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ ആണോ നമ്മുടെ പല്ല് ചെയ്യുന്നേ? അല്ല. അപ്പോ ഓരോ സ്ട്രക്ചറിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഫങ്ഷൻ അനുസരിച്ച് സെല്ലിന്റെ സ്ട്രക്ചർ മാറും. മനസ്സിലായോ? ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഓരോ ഫങ്ഷനും അതിൻ്റെതായ ആ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ കഴിവുള്ള സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. ആ ഓരോ സെൽസും ഡെവലപ്പ് ചെയ്യുന്നത് ഈ സ്റ്റെം സെല്ലിൽ നിന്നാണ്. കണ്ടോ, ഇപ്പൊ ഇത് കണ്ടോ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിൽ നിന്നാണ് സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ഈ സ്റ്റെം സെൽസ്, അതായത് നിങ്ങളുടെ ഇവിടെ ഈ ഫിസ്റ്റില്, അതായത് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കൈ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ടക് 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 ടക്ക് എന്ന് സൗണ്ട് കേൾക്കാം. ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും അല്ലേ? അതെന്തുവാ? അത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ് കാണിക്കുന്ന ആ ഒരു ഹാർട്ട് ബീറ്റ് ആണ്, ഹാർട്ട് റേറ്റ് ആണ് അത്. അപ്പൊ ഈ ബ്ലഡ് എന്തിനാ പമ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ അക്രോസ് ഹെഡ് ടു ടോ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പമ്പ് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടീച്ചർ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക്, ഈ വാട്ടർ ടാങ്കിൽ ചെറിയൊരു ലീക്ക് വന്നു. അങ്ങനെ ലീക്ക് വന്നാൽ എന്താ സംഭവിക്കുക? അതിലെ വെള്ളം മുഴുവൻ പോകത്തില്ലേ? അതുപോലെ തന്നെ ഹാർട്ടിൽ ഒരു ചെറിയൊരു എവിടെയും വെയിൻസ് ആർട്ടറീസ് ഒക്കെ ഉണ്ടെന്ന് അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ലീക്കോ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ എന്താ സംഭവിക്കുക? ബ്ലഡ് പോകത്തില്ലേ? അപ്പോ അതിന്റെ സെൽസ് വളരെ തിക്കായിരിക്കണ്ടേ? അതിനാണ് കാർഡിയാക് സെൽസ്. നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക് സെൽസ് ആയിരിക്കും അത്. പക്ഷെ എന്നാൽ ടീച്ചർ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ചൂടായിട്ടുള്ള ഒരു അയൺ ബോക്സ് കണ്ടു, അല്ലെങ്കിൽ മമ്മിയെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റൗവിന്റെ അടുത്ത് നിൽക്കുക. നിങ്ങൾ അറിയാതെ ചൂട് പാത്രത്തിൽ കൈ തൊട്ടു. എന്താ ചെയ്യുക? നിങ്ങൾ പെട്ടെന്നത് കൈയെടുത്ത് മാറ്റും. അല്ലെങ്കിൽ അയൺ ബോക്സ് നിങ്ങൾ അറിയാതെ ഒന്ന് തൊട്ടു. മമ്മി തുണി അയൺ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് തൊട്ടു, കൈ അങ്ങ് പൊള്ളി. നമ്മൾ എന്താ ചെയ്യാ? പിടിച്ചോണ്ടിരിക്കുവോ? ഇല്ല, നമ്മൾ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റും അല്ലേ? ആ കൈയെടുത്ത് മാറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ ആ ഒരു ഇൻഫോർമേഷൻ അവിടുന്ന് കൈയെടുത്ത് മാറ്റണം എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത്? നിങ്ങൾക്ക് ന്യൂറോൺ എന്ന് പറയുന്ന സെല്ലിൽ നിന്നാണ്. അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഹാൻഡിന്റെ ടിപ്പിലേക്ക് പോകുന്ന ന്യൂറോൺസ് ആണ് ആ മെസ്സേജസ് പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഇനി ടീച്ചർ വീണ്ടും പറയുവാണ്,
ഈ 2 സെല്ലും ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 2 സെല്ലും നോക്കിക്കേ, രണ്ടും ഒരുപോലാണോ ഇരിക്കുന്നേ? അല്ല. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഫങ്ഷൻ അനുസരിച്ച് സെല്ലിന്റെ സ്ട്രക്ചറിലും ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, നമുക്കിനിയും അപ്പം സ്റ്റെം സെല്ലിൽ നിന്ന് നമ്മുടെ ബോഡിയിലെ എല്ലാ ടൈപ്പ് സെല്ലും ഡിവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആണ് ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അപ്പം അൺഡിഫറൻഷിയേറ്റഡ് സെൽസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും ആയിട്ട് മാറി. അല്ലേ? എന്തൊരു മിറക്കിൾ അല്ലേ അവിടെ സംഭവിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇപ്പൊ ഈ സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എവിടെയാ നമ്മൾ കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ഈ സ്റ്റെം സെൽസിന് വേറെ പല ഉപയോഗങ്ങളും ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? എവിടെ വെച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്? റിസർച്ച് സെന്റേഴ്സ്. ഈ റിസർച്ച് സെന്റേഴ്സ് ബേസിക്കലി ലാബ് ആണ്. ഈ ഹൈ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ്സ് ആണ്. ബയോളജിക്കൽ ലാബ്സ്, എല്ലാ സബ്ജക്ട്സിനും അതിൻ്റെതായ ലാബ്സ് ഉണ്ട്. അപ്പോ ഈ ബയോളജിക്കൽ റിസർച്ച് സെന്റേഴ്സിലാണ് ഇതിന്റെ ഓരോ സ്റ്റഡീസും നടക്കുന്നത്, ഓരോ റിസർച്ചും നടക്കുന്നത്. സെല്ലിന്റെ ഓരോന്ന് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി വലിയ ഡോക്ടേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റെം സെൽസിന് ഏത് സെല്ലായിട്ട് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്ത് വരാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് റിസർച്ച് സെന്റേഴ്സിൽ വെച്ചാണ് നമ്മൾ അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്റ്റെം സെൽസ് നമുക്ക് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലൈഫിൽ എവിടെയൊക്കെ നമുക്കത് ആപ്ലിക്കബിൾ ആക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ സ്റ്റെം സെൽസിന് ഏത് സെല്ലായിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അത് മനസ്സിൽ ഓർത്തോണം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ബ്ലഡ് ക്യാൻസർ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ബ്ലഡ് ക്യാൻസർ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമ്മുടെ ബോഡിയിലെ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ്, നല്ല ഗ്രോത്ത് കാണിക്കുന്ന സെൽസ് ആണ് ക്യാൻസറസ് സെൽസ്. അത് ഹാംഫുൾ ആയിരിക്കും, നമ്മുടെ ബോഡിക്ക് അത് നമുക്കത് വേണ്ട. അപ്പം ഈ സ്റ്റെം സെൽസ് ആ സെൽസിനെ മാറ്റിയിട്ട് പുതിയ സെൽസ് ആയിട്ട് വരും, റെഡ് ബ്ലഡ് സെൽസ് ആയിട്ട് വരും. ഇവിടെ റെഡ് ബ്ലഡ് സെൽസ് അല്ലേ നിങ്ങൾ കാണുന്നത്? നോർമലും ഉണ്ട്, ലുക്കീമിയ ഉണ്ട്. നോർമൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ്. അത് സമയം ലുക്കീമിയ സെൽസ് നോക്കിക്കേ, അതില് ക്യാൻസറസ് സെൽസും ഉണ്ട്. അപ്പൊ ഇതിലെ വൈറ്റ് സെൽസ്, ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് മാറ്റിയിട്ട് റെഡ് ബ്ലഡ് സെൽസ് തന്നെ വരും. അത് സ്റ്റെം സെൽസിന്റെ ഒരു യൂസ് ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്സ്. നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ എൽഡർലി പീപ്പിൾ, ആ വീട്ടിലുള്ള അപ്പൂപ്പൻ, അമ്മൂമ്മ, അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചൻ, അമ്മച്ചി, എന്താണോ നിങ്ങൾ വിളിക്കുന്നത് അതെല്ലാം ഓക്കെ, ആന്റിമാർ, അങ്കിൾമാർ, അല്ലെങ്കിൽ കുട്ടികൾ, ഈവൻ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പോലും ഡയബറ്റിക്സ് കണ്ടുവരുന്ന ലോകമാ അല്ലേ? അപ്പൊ ഈ ഡയബറ്റിക്സിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? പുറത്തുനിന്ന് ഒരു ഇൻസുലിൻ, നമ്മുടെ ബോഡിയിലേക്ക് ഇൻസുലിൻ ആണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഈ സ്റ്റെം സെൽസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ബോഡിയിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ തന്നെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഡയബറ്റിക്സ് ക്യൂർ ചെയ്യാൻ പറ്റും അല്ലേ? മനസ്സിലായോ എങ്ങനെയാണ് ബ്ലഡ് ക്യാൻസറിനെയും ഡയബറ്റിക്സിനെയും നമ്മൾ ക്യൂർ ചെയ്യാൻ പറ്റുന്നത് സ്റ്റെം സെൽസ് വഴിയെന്ന്? അടുത്തത് പാർക്കിൻസൺ ഡിസീസസ്. പാർക്കിൻസൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമായ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചിന്തിക്കാനോ പെട്ടെന്ന് അങ്ങോട്ട് കുട്ടികളെ നിങ്ങളെ പോലെ ഓടാനോ ചാടാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോജിക്കലായിട്ട് അവർ ചിന്തിച്ചാലോചിച്ചായിരിക്കും ഓരോന്ന് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഒരു ഡാമേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പാർക്കിൻസൺസ് ഡിസീസസിനെ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഡാമേജ് വന്നാൽ എന്താ സംഭവിക്കുക? അത്രയും സെൽസ് ഡെഡ് ആയില്ലേ? നമുക്ക് ആ സെൽസ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സ്റ്റെം സെൽസ് അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ആ ബ്രെയിനിലുള്ള ആ സെൽസിനെ, ആ ഡെഡ് ആയിട്ടുള്ള സെൽസിനെ മാറ്റിയിട്ട് പുതിയ ബ്രെയിൻ സെൽസ് നമ്മുടെ ബ്രെയിനിൽ വരും. അങ്ങനെയാണ് നമ്മൾ പാർക്കിൻസൺസ് ഡിസീസസിൽ സ്റ്റെം സെൽസ് യൂസ് ചെയ്യുന്നത്.
ഇനി ഒരു ഫംഗ്ഷനും കൂടെ നമ്മൾക്ക് പഠിക്കാനുണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഓർഗന്റെ ഡെവലപ്മെന്റ്. ഇപ്പം ടീച്ചർ ഇവിടെ ബ്രെയിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് കൊടുത്തത്. ബ്രെയിൻ്റെ സ്ട്രക്ചർ വേണ്ട, നമ്മുടെ ബോഡിയിലെ ഏതൊരു ഭാഗം ആയിക്കോട്ടെ, അത് നമ്മുടെ ബോഡിയിൽ അത് ഡെഡായി പോയി, ആ ഒരു ഭാഗം ഡെഡായി പോയെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഈ സ്റ്റെം സെൽസിന്റെ ഹെൽപ്പോട് കൂടിയാ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ സെൽസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? പിന്നെ സെല്ലിന്റെ ഡിഫറെന്റ് ടൈപ്സ്, സ്ട്രക്ചർ നമ്മൾ നോക്കിയില്ലേ? പിന്നെ നമ്മൾ സ്റ്റെം സെൽസിലേക്ക് വന്നു. സ്റ്റെം സെൽസ് എന്താണെന്ന് പറഞ്ഞു, അത് എവിടെ യൂസ് ചെയ്യുന്നു പറഞ്ഞു, അതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പം ചെക്ക് ചെയ്തു. നമ്മൾ ഇനിയും ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഈ ടോപ്പിക് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷെ ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തില്ല. അപ്പൊ നമുക്കത് ഒന്നും കൂടെ നോക്കിയാലോ. അതായത് നമ്മുടെ ഈ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സൈഗോട്ട് ഡിവിഷൻ നടന്ന് ഫീറ്റസ് ആയി വരുന്നത് വരെയുള്ള ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? ഇതിവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് കുട്ടി ആദ്യമായിട്ട് ഈ സെൽസ് എല്ലാം ഡെവലപ്ഡ് ആയിട്ട് ഇവിടെയാണ് സ്റ്റോർ ആകുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ആദ്യത്തെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണപ്പെടുന്നത്. അപ്പൊ ആദ്യം കണ്ടോ, അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഈ സൈഗോട്ട് ഡിവിഷൻ നടന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറും. ഡിഫറൻസിയേഷൻ നടക്കും കേട്ടോ. അപ്പോ ഈ ഫീറ്റൽ സെൽസിൽ ചേഞ്ചസ് വരുന്നുണ്ട്, സ്ട്രക്ചറിലും ചേഞ്ചസ് വരും, ഫങ്ഷനിലും ചേഞ്ചസ് വരും അല്ലേ? അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫങ്ഷൻ ചെയ്യാൻ, അതായത് ഇപ്പൊ ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ഹാൻഡിലേക്ക് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെർവ് സെൽസ് ആണ് വേണ്ടത്, അവിടെ കാർഡിയാക് സെൽസ് അല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ലിവർ സെൽസ് പോലെ അല്ല ഫാറ്റ് സെൽസ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കിക്കേ, ഈ ഇമേജില് നിങ്ങൾക്ക് എല്ലാ സെൽസും ഒരുപോലെ തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു സെല്ലും ഒരുപോലെ ആയിരിക്കത്തില്ല, ഓരോന്നിനും അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. അതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ടീച്ചർ ന്യൂറോണിന്റെ, അതായത് മെസ്സേജസ് പാസ് ചെയ്യുന്ന ന്യൂറോണിന്റെയും അതുപോലെ തന്നെ ലിവറിൽ കാണുന്ന ലിവർ സെൽസിന്റെ, ഇത് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലിവർ സെൽ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെയാണ് ടീച്ചർ ഈ ഒരു ഇമേജ് വെച്ചേക്കുന്നത്. ഈ റെഡ് കളറൊക്കെ കാണുന്നത് കളറാണ്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ടാണ്. ഈ ഡാർക്ക് ആയിട്ട് കാണുന്നത് ആ സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് സെല്ല് ഒന്ന് നോക്കിക്കേ, രണ്ടും ഒരുപോലാണോ ഇരിക്കുന്നത്? അല്ല. സെൽ ഡിഫറൻസിയേഷന്റെ സിഗ്നിഫിക്കൻസ് അപ്പൊ നമുക്ക് പറയാം. അതായത് ഫീറ്റൽ സെൽസിന് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ്, സ്ട്രക്ചറിലും ഫങ്ഷനിലും ചേഞ്ചസ് വന്ന് ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജ് വഴി നമ്മുടെ ബോഡിയിൽ ഒരു പെർഫെക്റ്റ് ഒരു ഹ്യൂമൻ ബീങ് ആയി മാറുക അല്ലേ? ഫീറ്റൽ സെൽസിന് ചേഞ്ചസ് വന്ന്, സ്ട്രക്ചറിലും ഫങ്ഷനിലും ചേഞ്ചസ് വന്ന് നമ്മുടെ ബോഡിയുടെ ഒരു സെൽ, ഒരു ടൈപ്പ് ഓഫ് സെല്ലാകുക. അതാണ് സെൽ ഡിഫറൻസിയേഷന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. വേറൊരു സിഗ്നിഫിക്കൻസ് എന്താ, നമുക്കിങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി സെൽസ് ഇങ്ങനെ ഉണ്ടായാൽ അതിന്റെ ഗുണം എന്താ? നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻസ്, ഡിഫറെന്റ് ഫങ്ഷൻസ് നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? അതാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഫോംഡ്. ദസ് ഡിഫറെന്റ് ഫങ്ഷൻസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ അവർ ഹ്യൂമൻ ബോഡി. അപ്പം ടീച്ചർ പറഞ്ഞു, നമ്മളിപ്പം ആദ്യം സെൽസ് പഠിച്ചു, നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷനും സൈഡിൽ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ സെൽസ് ആണ് പറഞ്ഞത്. നമുക്കറിയാം ഒരു നോർമൽ സെൽ ആണെങ്കിൽ അത് ഡിവിഷൻ നടക്കും, അതിൽ ഡിവിഷൻ നടന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആകും. ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്ന, ഒരേപോലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്ന പേരാണ് എന്ത്? ടിഷ്യൂസ് എന്ന്. അപ്പൊ ആദ്യം സെല്ലായി, സെല്ലിന്റെ ഒരു ഡിവിഷൻ നടന്ന് അത് ടിഷ്യൂസ് ആയി. അപ്പം ഈ ടിഷ്യൂസിനെ നമ്മൾ ടിഷ്യൂസ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, അതിനൊരു കോമൺ ഒറിജിൻ കാണും അല്ലേ? ടിഷ്യൂസ് അതായത് സെൽസ്, അതായത് ന്യൂറോൺസ് എല്ലാം കൂടെ കൂടിയിരുന്ന് അതിൻ്റെ കൂടെ ഒരു കാർഡിയാക് സെല്ലും കൂടെ വന്നാൽ നമുക്ക് അതിനെ ടിഷ്യൂസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ന്യൂറൽ ടിഷ്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ കാർഡിയാക് സെൽസിനെ കാർഡിയാക് ടിഷ്യൂസ് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ അതിനൊരു കോമൺ ഒറിജിൻ കാണും, അതുപോലെ തന്നെ അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഫങ്ഷൻ കാണും. കാർഡിയാക് സെല്ലിനുള്ള ഫങ്ഷൻ അല്ല ന്യൂറോണിനുള്ളത്.
ന്യൂറോണിന്റെ ഫംഗ്ഷൻ അല്ല ലിവർ സെൽസിനുള്ളത് അല്ലേ? അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പം സെൽ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നതായിരിക്കും. ആ ഒരേ സെല്ല് ഡിവൈഡ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഒറിജിനുമുള്ള ഒരു അല്ലെങ്കിൽ ഒരു കോമൺ ഒറിജിനുമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഡിഫറെന്റ് ടിഷ്യൂസ് ഒരുമിച്ച് വന്ന് ഒരൊറ്റ ഫംഗ്ഷൻ ചെയ്യുന്നതിനെ നമ്മൾ ഒരു ഗ്രൂപ്പ്, അപ്പൊ അതൊരു സ്ട്രക്ചറായി, അതിനെ നമ്മൾ ഓർഗൻസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഈ ഓർഗൻസ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എത്ര ഓർഗൻസ് ഉണ്ട്? ഇഷ്ടം പോലെ നമ്മുടെ ബോഡിയിൽ ഓർഗൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടിഷ്യൂസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ പ്ലാന്റ്സിൽ ടിഷ്യൂസ് ഉണ്ട്, ആനിമൽസിലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. ആനിമൽസിൽ എന്തുവാ? എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ടിഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിലോ പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, കോളൻ കൈമ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ടിഷ്യൂസ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. അത് ടീച്ചർ ഇപ്പൊ പറയുന്നില്ല, നമ്മൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ തരും. അപ്പൊ അതില് നമ്മൾ ബാക്കി ക്ലാസ്സിലാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഒരുമിച്ച് വന്ന് ഒരൊറ്റ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല, ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഒരു ഓർഗൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ലങ്സ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, പാൻക്രിയാസ്, ഐ, ഹാർട്ട്, സ്റ്റൊമക്, അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. എക്സാമ്പിൾസ് ഫോർ ഓർഗൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? സെൽസ് പറഞ്ഞു. സെല്ലിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒരു സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു കോമൺ ഒറിജിനിൽ നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ എന്ത് വിളിക്കും? ടിഷ്യൂസ്. ഈ ഡിഫറെന്റ് ടിഷ്യൂസ് ഒരുമിച്ച് വന്ന ഒരൊറ്റ ഫങ്ഷൻ ചെയ്യുന്നത്, കാരണം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി റിക്വയർമെന്റ് ഉണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഈ ആവശ്യങ്ങളെല്ലാം ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഞാൻ ടീച്ചർ ഒരു ഡൗട്ട് ചോദിക്കാം. നമ്മുടെ ബോഡിയിൽ ഈ ഓർഗൻസ് ചുമ്മാ ഇങ്ങനെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുമോ? ഇല്ല, അതിന് അതിൻ്റെതായ ഓരോ സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ഓരോ പൊസിഷനിങ് ഉണ്ട്. നമുക്ക് ഈ ഹാർട്ട് ഇങ്ങനെ ചുമ്മാ ഇവിടെ പ്ലേസ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട്, അതുമായിട്ട് ചേർന്ന് പോകുന്ന വെയിൻസ്, ആർട്ടറീസും എല്ലാം നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ഇതിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഫങ്ഷനിങ് നടക്കത്തുള്ളൂ. ഇപ്പം ഹാർട്ട് മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല, ബ്രെയിൻ സിഗ്നൽസും കൂടെ പോണം. അത് നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ അത് സംഭവിക്കുന്നതാ. ഓക്കെ, അപ്പം നമ്മൾ എവിടെ വരെ പഠിച്ചു? സെൽസ് പഠിച്ചു, ടിഷ്യൂസ് പഠിച്ചു, ഓർഗൻസ് ഇപ്പൊ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗൻ സിസ്റ്റം എന്ന. ടീച്ചർ നേരത്തെ ചോദിച്ചില്ലേ, നമ്മുടെ ബോഡിയിൽ നമുക്ക് ഓർഗൻസ് ചുമ്മാ വെക്കാൻ പറ്റുമോ? ഇല്ല, അതിന് സ്പെസിഫിക്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസ് വേണം, നമുക്ക് ചാടി കളിക്കാൻ, അല്ലെങ്കിൽ ഓടാൻ, അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഇരിക്കാൻ, എന്താണെങ്കിലും നമുക്ക് എനർജി വേണം. ഈ എനർജി എവിടുന്നാ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ഫുഡിൽ നിന്ന്. അപ്പൊ നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ബക്കൽ ക്യാവിറ്റി, അതായത് നമ്മുടെ വായിൽ കൂടെ അല്ലേ നമ്മൾ കഴിക്കുന്നത്, അതിന് ആ കറക്റ്റ് ഒരു പാത്ത് ഉണ്ട്. അതിന് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട് നമ്മുടെ ബോഡിയിൽ. പിന്നെ ന്യൂറോൺസ്, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ചൂട് പാനിൽ കൈ തൊട്ടാൽ നമ്മൾ കൈ എടുക്കും, കൈ പിടിച്ചോണ്ടിരിക്കത്തില്ല. അപ്പൊ ആ മെസ്സേജ് ആരാ കൊടുക്കുന്നത്? നെർവസ് സിസ്റ്റം ആണ് അതിന്റെ ഫങ്ഷനിങ് നടക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ബോഡി നേരെ നിൽക്കാനൊരു സ്ട്രക്ചർ കൊടുക്കുന്നത് ആരാ? നമ്മുടെ ബോഡിയിലെ സ്കെലിറ്റൽ സിസ്റ്റം. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെൽസ്, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് പറഞ്ഞു നോക്കാവേ. ആദ്യം സെൽസ്, പിന്നെ അതിന്റെ ഒരു ഗ്രൂപ്പിനെ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നു. അതിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ് ടിഷ്യൂസിനെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ഓർഗൻ എന്ന് വിളിക്കുന്നു. ആ ഓർഗൻ പിന്നെ അതൊരു ഓർഗൻ സിസ്റ്റമായി, പിന്നെ ഒരു ഓർഗാനിസമായി. അതായത് ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് ഒരു ഓർഗാനിസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? എല്ലാ ലിവിങ് തിങ്സും സെൽസ് കൊണ്ടാണ് ഉണ്ടായേക്കുന്നതെന്ന് പഠിച്ചു. അതായത് ദ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെൽസ് ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഓരോ ഫങ്ഷൻ അനുസരിച്ചും സെൽസ്
മാറും, അതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് വരും എന്ന് നമ്മൾ പഠിച്ചു. സെല്ല് ബേസിക് യൂണിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഈ സെൽസ് ഒരുമിച്ച് ലിവിങ് സെൽസ് ഗ്രൂപ്പ് ചെയ്ത്, അതായത് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരുമിച്ച് വന്ന് ടിഷ്യൂസ് ഫോം ചെയ്യും എന്ന് പഠിച്ചു. ആ ടിഷ്യൂസിന്റെ ഫങ്ഷൻ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്താ? ഒരു കോമൺ ഒറിജിൻ കാണും, പിന്നെ ഒരു സ്പെസിഫിക് ഫങ്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. പ്ലാന്റ്സിലും ആനിമൽസിലും ഒത്തിരി ടൈപ്പ് ടിഷ്യൂസും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പഠിച്ചു. സെൽ ഡിഫറൻസിയേഷൻ പഠിച്ചതെന്ന് വെച്ചാൽ അതെന്താ? ഈ ഒരു ഫീറ്റൽ സെൽ, ഒരൊറ്റ സെൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? അപ്പൊ ആ ഫീറ്റൽ സെല്ലില് സ്ട്രക്ചറിലും ഫങ്ഷനിലും ചേഞ്ച് വരുന്നതിനെയാണ് നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി നമുക്ക് എന്താ കിട്ടുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അത് സെൽ ഡിഫറൻസിയേഷൻ പറയുന്നതിന് മുന്നേ നമ്മൾ എന്ത് പഠിച്ചു? സ്റ്റെം സെൽസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? അതൊരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. അതിന് ഏത് ടൈപ്പ് ഓഫ് സെല്ലായിട്ട് വേണമെങ്കിലും അതിന് മാറാൻ സാധിക്കും, അതിന് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നതാണ് ഓർഗൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഒരുമിച്ച് വന്നിട്ട് ഒരു ഓർഗൻ ആയിട്ട് മാറുന്നു. പിന്നെ ഈ ഓർഗൻ എല്ലാം, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻ, അതിനൊരു ഇപ്പൊ നമ്മൾ സിസ്റ്റം പറഞ്ഞു, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ പല സിസ്റ്റംസ് പറഞ്ഞു. അങ്ങനെ ഈ ഡിഫറെന്റ് ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു. ഇതെല്ലാം ഓർഗാനിസത്തിലാണ് കാണുന്നത്. അപ്പോ നിങ്ങൾക്ക് സെൽസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ടീച്ചർ. ടിഷ്യൂസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം, അതുപോലെ തന്നെ സെൽ ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ്, സ്റ്റെം സെൽസ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Manorama Horizon, learning made simple.